ഹായ് ഓൾ, വെൽക്കം ടു മെൻറ്റ് ദ റൈറ്റ് ഗൈഡൻസ്. അപ്പോൾ ഒരുപാട് ആളുകൾ ജൂനിയർ ലാബോറട്ടറി അസിസ്റ്റൻറ്റിൻ്റെ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ മിസ് ഇന്നും വന്നിട്ടുള്ളത് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഫിസിക്സിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ഏത് ടോപ്പിക്സിൽ നിന്നാണ് വരുന്നത്, അങ്ങനെയുള്ള കുറച്ച് ടോപ്പിക്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ് മിസ് വന്നിട്ടുള്ളത്. ഇപ്പം നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ കംപ്ലീറ്റ് ആയിട്ട് വരുന്ന ഈ പറയുന്ന ജൂനിയർ ലാബോറട്ടറി അസിസ്റ്റൻറ്റിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ടായി അല്ലേ? അതിനുശേഷം നമ്മൾ അതിനോടൊപ്പം തന്നെ മാർക്കിൻ്റെ കാര്യങ്ങളും പറഞ്ഞു പോയി. അപ്പം മിസ് എന്ന് പറയുന്നത് ഫിസിക്സിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഈ പ്രീവിയസ് ആയിട്ട് നടന്നിട്ടുള്ള ഈ പറയുന്ന ജൂനിയർ ലാബോറട്ടറി അസിസ്റ്റൻറ്റ് എക്സാമിനേഷൻ്റെ ഒക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ച് ഏതൊക്കെ ടോപ്പിക്സ് ആണെങ്കിൽ ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിച്ചിട്ടുള്ളത്, ആ ടോപ്പിക്സും എല്ലാം കൂടി നമ്മൾ ചേർത്തിട്ട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് ടോപ്പിക്സ് ആണ് ഇന്ന് നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 15 മാർക്കാണ് ഫിസിക്സിന് വരുന്നത്. അപ്പോൾ 15-ൽ 15 തന്നെ നിങ്ങൾ വാങ്ങാനായിട്ട് മാക്സിമം ശ്രമിക്കുക. അപ്പോൾ മിസ് ഇതിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഫസ്റ്റ് വരുന്നത് നമ്മളുടെ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്, അതേപോലെ CGS-SI സിസ്റ്റം, അതിൻ്റെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ഇപ്പം നമ്മൾ ഈ പറയുന്ന യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ, അല്ലെങ്കിൽ ആ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഈ പറയുന്ന സിസ്റ്റംസ് ഓഫ് യൂണിറ്റ്സ്, അതേപോലെ തന്നെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്നുള്ള ഈ കുറച്ച് ഭാഗം. അതേപോലെ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ആൻഡ് പ്ലെയിൻ, ആ ഒരു ചാപ്റ്റർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു പോർഷനിൽ തന്നെ മോഷൻ, അതേപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, ദെൻ പൊസിഷൻ, ടൈം, വെലോസിറ്റി ഗ്രാഫ്, ഗ്രാഫ്സിനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങൾ, അതേപോലെ തന്നെ ന്യൂട്ടൺസിൻ്റെ ലോസ് ഓഫ് മോഷൻ അല്ലെ, നമ്മൾ 3 ലോസ് ഓഫ് മോഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം മോഷൻ, ഈ പറയുന്ന ന്യൂട്ടൻ്റെ ലോസ് ഓഫ് മോഷൻ ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, പിന്നെ ഫ്രിക്ഷൻ എന്താണ്. ഇപ്പം ഈ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ചോദിക്കുന്നത് മെയിൻലി ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ ഒരു കാറ് ഓടിച്ചു പോകുന്നു, അല്ലെങ്കിൽ ഇതിന്ന് ഒരു വാളിലേക്ക് ചെന്ന് ഹിറ്റ് ചെയ്യുന്നു. അപ്പം അവിടെ അനുഭവിക്കുന്ന എന്താ പറയുക, എത്രയാണ് അവിടെ അനുഭവിക്കുന്ന ഒരു ബലം കാര്യങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് വളരെ ആപ്ലിക്കേഷൻ ലെവലായിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതിൽ ചോദിക്കാനായിട്ട് സാധ്യതയുള്ളത്. അതേപോലെ തന്നെ വർക്ക് എനർജി പവറിൻ്റെ ഭാഗത്തു നിന്നും കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, ദെൻ കൊളീഷൻ, അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതായത് ഒരു വസ്തു ഏറ്റവും മുകളിൽ നിൽക്കുകയാണ്, മുകളിൽ നിന്ന് താഴത്തേക്ക് വീഴുമ്പോഴത്തേക്കും അതിൻ്റെ ഈ പറയുന്ന കൈനറ്റിക് എനർജി അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി അതിലുണ്ടാകുമോ, അല്ലെങ്കിൽ അതിലെന്താണ് ചേഞ്ച് വരുന്നത് അല്ലെ? ഒരു റെസ്റ്റിൽ നിൽക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് വരുന്ന എനർജി പൊട്ടൻഷ്യലാണെന്ന് നമുക്കറിയാം. അത് പിന്നീട് താഴേക്ക് വീഴുമ്പോഴത്തേക്കും അതിനുണ്ടാകുന്ന മാറ്റം എങ്ങനെയാണ്, അല്ലെങ്കിൽ അത് മൂവ് ചെയ്യുമ്പോഴത്തേക്കുമാണ് അതിൽ കൈനറ്റിക് എനർജി വരുന്നത് അല്ലേ? അപ്പം അങ്ങനെ ബേസ് ചെയ്ത് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. അതേപോലെ തന്നെ നമ്മളുടെ ½ എന്ന് പറയുന്ന സമവാക്യം, അല്ലെങ്കിൽ ഈ ഒരു ഫോമുല യൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ ചോദിക്കാം. അതേപോലെ അവിടെ ചെയ്തിട്ടുള്ള എന്താ പറയുക കൊളീഷനുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റിൽ കറക്റ്റ് ചെയ്താണ്, അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കൂ, അങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങളാണ് മെയിൻലി ഈ ഭാഗങ്ങളിൽ നിന്ന് ചോദിക്കാനായിട്ട് പോകുന്നത്. ഇതുവരെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ആ രീതിയിൽ തന്നെയാണ്. ഇനി ഗ്രാവിറ്റേഷൻ എന്ന് പറയുമ്പം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, എസ്കേപ്പ് വെലോസിറ്റി, കെപ്ലേഴ്സ് ലോ, നിങ്ങൾ ഈ 3 ടോപ്പിക്സും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നോക്കുക. ഇത് നോക്കുക നിങ്ങൾ പോരുത് എക്സാമിനേഷൻ വരുന്ന സമയത്ത്. ഇനി ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും സ്ട്രെസ്, സ്ട്രെയിൻ, അതേപോലെ തന്നെ മൊഡ്യൂൾസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന ടോപ്പിക്സ് ആണ് കുറച്ചുകൂടി നിങ്ങൾ ശ്രദ്ധയോടെ നോക്കേണ്ട കുറച്ച് ടോപ്പിക്സ്. അതേപോലെ തന്നെ പാസ്കൽസ് ലോ ആൻഡ് ബെർണോളിസ് തിയറം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലോയിനെ കുറിച്ച് പറയുമ്പോൾ കെമിസ്ട്രിയുടെ ഭാഗത്തു നിന്നാണെങ്കിൽ നിങ്ങൾക്കറിയാം ജൂൾസ് ലോ, ഓംസ് ലോ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഫിസിക്സിൻ്റെ കേസിൽ ഈ പറയുന്ന ബെർണോളിസ് തിയറം, അതിൽ നിന്നും ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ദെൻ പാസ്കൽസ് ലോയിൽ നിന്നും ഉണ്ട്. അപ്പം ഈ ടോപ്പിക്സ്, അല്ലെങ്കിൽ ഇപ്പം മിസ് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഇത്രയും ടോപ്പിക്സ് നിങ്ങൾ എന്താണെങ്കിലും പ്രോപ്പറായിട്ട് നോക്കണം. ഇനി അടുത്തത് തെർമോഡൈനാമിക്സിൻ്റെ ലോ, അതേപോലെ തന്നെ കാർനട്ട് എഞ്ചിൻ. ഇത് നിങ്ങൾ എന്താ പറയുക, ഈ ലോസ് കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ആപ്ലിക്കേഷൻ ലെവലിലുള്ള ചോദ്യങ്ങൾ എങ്ങനെ വരാം എന്നനുസരിച്ച് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിട്ടത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനുശേഷം വരുന്നതാണ് SHM-ഉം അതേപോലെ ഡോപ്ലർ എഫക്റ്റ്, പിന്നെ ഗോസസ് തിയറവും അല്ലെങ്കിൽ കോളംസ് ലോ. ഒരുപാട് ലോസ് വരുന്നുണ്ട്, നിങ്ങളത് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി കപ്പാസിറ്റൻസും അതുപോലെ തന്നെ കപ്പാസിറ്റേഴ്സിൻ്റെ കോമ്പിനേഷനെ കുറിച്ചിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പിന്നെ ഓംസ് ലോ ഓംസ് ലോ നമ്മൾ എപ്പോഴും അല്ലെ കുഞ്ഞിലെ ഒരു 10th അല്ലെങ്കിൽ +1 +2 ലെവലൊക്കെ നമ്മൾക്ക് അറിയുന്നൊരു കാര്യമാണ് ഈ ഓംസ് ലോ. ദെൻ റെസിസ്റ്റിവിറ്റി എന്താണ്, ഇനി
+1 ഓർ +2 ടോപ്പിക്കിലുള്ളതാണ് ഈ പറയുന്ന കളർ കോഡ് ഓഫ് റെസിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. ഇനി പൊട്ടൻഷ്യോമീറ്റർ, ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഈ ഡ്രിഫ്റ്റ് വെലോസിറ്റി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് രൂപത്തിൽ കാണാൻ അല്ലെങ്കിൽ ഒരു കാൽക്കുലേഷൻ മെത്തേഡൊക്കെ ഉപയോഗിച്ച് ചെയ്യാനൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. നിങ്ങൾ അതനുസരിച്ച് എന്ത് ചെയ്യുക, പ്രിപ്പയർഡ് ആകുക. ദെൻ ബയോ-സാവർട്ട് ലോ, അതേപോലെ തന്നെ സോളിനോയിഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് അല്ലെ. സോളിനോയിഡ്, ഇതിൻ്റെ അകത്ത് എന്താ പറയുക, സോളിനോയിഡിൻ്റെ ഈ കോയിൽസിൻ്റെ എണ്ണം കൂടുവാണെങ്കിൽ അവിടെ അനുഭവപ്പെടുന്ന റെസിസ്റ്റിവിറ്റി എങ്ങനെയായിരിക്കും, അങ്ങനെയുള്ള ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അല്ലെങ്കിൽ സോളിനോയിഡിൻ്റെ ഫംഗ്ഷനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ നിങ്ങൾ അതെല്ലാം വ്യക്തമായിട്ട് തന്നെ പഠിക്കണം എന്നാണ് സാരം. ഇനി ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, അത് നിങ്ങൾ വായിക്കുക, വ്യക്തമായിട്ട് നോക്കുക. അതിനുശേഷം വരുന്നതാണ് നമ്മളെ ട്രാൻസ്ഫോമർ ആൻഡ് LCR സർക്യൂട്ട്. റിയാക്റ്റൻസ് എന്താണ്, ക്യൂ ഫാക്ടർ എന്താണ്, അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൻ്റെ പ്രോപ്പർട്ടീസും അതിൻ്റെ യൂസസും നമ്മൾ ഇത് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ എന്താ പറയുക, പ്രോപ്പർട്ടീസ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് വൈസ് പഠിക്കാതെ മെയിനായിട്ട് വരുന്ന വേർഡ്സ് എന്തൊക്കെയാണോ അത് മാത്രം പിക്ക് ചെയ്ത് പഠിക്കുക. അതേപോലെ അതിൻ്റെ യൂസസ് നിങ്ങൾ അങ്ങനെ തന്നെ പഠിക്കുക, കാണാതെ അല്ല, കുറച്ച് അവെയറായിട്ട് പഠിച്ചാൽ മതി. ഇനി റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റിൻ്റെ ബേസിസിൽ കുറേ ചോദ്യം ചോദിക്കാം. ഒരു പ്രിസത്തിൻ്റെ കാര്യമൊക്കെ വെച്ചിട്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാം. ഇനി മറ്റൊരു ചോദ്യം ലെൻസ് ഫോർമുല ആൻഡ് പവർ ഓഫ് എ ലെൻസ്. ഒരു ലെൻസിൻ്റെ ബേസിസിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അല്ല നമ്മുടെ ഫോക്കൽ ലെങ്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ സമ്മ് വരാം, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അടുത്തത് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് ആൻഡ് പോളറൈസേഷൻ, ദെൻ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആൻഡ് ബോർ ആറ്റം മോഡൽ. അതിനുശേഷം വരുന്നതാണ് സെമി കണ്ടക്ടേഴ്സ്, ഇൻട്രിൻസിക് ആൻഡ് എക്സ്ട്രിൻസിക്, PN ജംഗ്ഷൻ ഡയോഡ്, സേനർ ഡയോഡ്, LED. അപ്പം ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മൾ ഫിസിക്സിൻ്റെ ഭാഗത്തു നിന്ന് കുറച്ചും കൂടി നമ്മൾ സീരിയസ് ആയിട്ട് നോക്കുന്ന ടോപ്പിക്സ്. അല്ലെങ്കിൽ റീസെൻറ്റ് നമ്മൾ ഈ പറയുന്ന എക്സാമിനേഷനൊക്കെ എടുത്ത് നോക്കുമ്പോഴത്തേക്കും ഈ ഭാഗത്ത് അത്യാവശ്യം ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഭാഗങ്ങൾ വളരെ വൃത്തിയായിട്ട് പഠിക്കാം. ഇപ്പോൾ മിസ് ഇപ്പോൾ ടോപ്പിക്ക് മാത്രം പറഞ്ഞു വിട്ടുള്ളൂ, ഇപ്പോൾ പറയും മിസ് ടോപ്പിക്ക് പറഞ്ഞു പോയപ്പോൾ എളുപ്പം കഴിഞ്ഞു, അത് അത്യാവശ്യം കണ്ടന്റ് ഉണ്ടല്ലോ എന്ന് പറയും. പക്ഷേ നിങ്ങളത് ഓരോ ദിവസവും ഇത്രയും ടോപ്പിക്സ് തന്നെ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് എല്ലാ ദിവസവും നിങ്ങൾ കുറച്ചായിട്ട് പഠിച്ചു തീർത്താൽ മതി. പഠിക്കുന്ന കാര്യം ഓർമ്മയിലിരിക്കാൻ നിങ്ങളൊന്നും കൂടി എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. ഓക്കെ, ഇത് സിമ്പിളാണ്. പിന്നെ മറവിയുടെ പ്രശ്നമുള്ള ആളുകൾ എഴുതി പഠിക്കുക, അങ്ങനെയുള്ള കുറച്ച് ടിപ്സ് മുമ്പത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത്രയുമാണ് നമുക്ക് ഫിസിക്സിൻ്റെ വരുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ. നമുക്ക് അടുത്തൊരു സെഷനിൽ നമുക്ക് കെമിസ്ട്രിയുടെയും ബയോളജിയുടെയും ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം വളരെ സീരിയസ് ആയിട്ട് തന്നെ നിങ്ങൾ പ്രിപ്പറേഷൻസ് ചെയ്യുന്നുണ്ടെന്ന് അറിയാം. പക്ഷെ എന്നാലും അതിലൊരു ആഡ് ഓൺ കൊടുക്കാനാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പം ഇത്രയും ടോപ്പിക്സ് നിങ്ങൾ മസ്റ്റായിട്ട് എന്ത് ചെയ്യുക, അത് പ്രിപ്പയർ തന്നെ ചെയ്യുക. ദെൻ കാൽക്കുലേഷൻ സംസ് ചെയ്യുക. ദെൻ നിങ്ങളൊരു ഫോർമുലാസോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ മറന്നു പോകുന്ന ഉറപ്പുള്ള കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ബുക്കിലോ അല്ലെങ്കിൽ ഒരു ഫ്ലാഷ് കാർഡിലൊക്കെ എഴുതി ജസ്റ്റ് ഒന്ന് ഒരു ഹൈലൈറ്ററൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുക. കാണുമ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് ക്യാച്ചി ആയിട്ട് തോന്നണം. അപ്പം നമ്മൾ പോലും അറിയാതെ അത് നമുക്ക് വ്യക്തമായിട്ട് നമ്മുടെ ഉള്ളിൽ പതിഞ്ഞിട്ടുണ്ടാവും. അപ്പം ഇന്നത്തെ സെഷൻ മിസ് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അതേപോലെ തന്നെ മറ്റൊരു ഇൻഫർമേഷനാണ്, നമ്മൾ ഈ വരുന്ന 28-ാം തീയതി നമ്മളുടെ മിൻറ്റ് ഈ പറയുന്ന ബേവ്കോയുടെയും അതേപോലെ തന്നെ കമ്പനി ബോർഡ് LGS വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ആൾക്കാരും വേഗം തന്നെ ജോയിൻ ചെയ്യുക. അതേപോലെ മറ്റ് പല കോഴ്സസിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് ഇൻഫർമേഷൻസോ കാര്യങ്ങളൊക്കെ വേണ്ടെങ്കിൽ നമ്മളുടെ ഡൗട്ട് ഫോമിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ജസ്റ്റ് ഒന്ന് ഫിൽ ചെയ്യുക. നമ്മൾ ഉടനെ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഇത്രയുമാണ് മിസ് ഇന്ന് പറയാനായിട്ട് ഉദ്ദേശിച്ച് വന്നിട്ടുള്ള ടോപ്പിക്സിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ നമുക്ക് വീണ്ടും ഒരു സെഷനിൽ കാണാം. സോ മികച്ച പഠനം മിൻറ്റിനൊപ്പം. താങ്ക് യു.